ലാൽസലാം തുടക്കം തിങ്കളാഴ്ച കളക്ഷൻ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ സിനിമയ്ക്ക് മികച്ച കളക്ഷനുണ്ട്. മൺഡേ ടെസ്റ്റ് എങ്ങനെയാകുമെന്നുള്ളൊരു ചോദ്യത്തിന് അത് പാസ്സാകും എന്നുള്ളത് ഉറപ്പാകുകയാണ്. ഇന്ന് ഇതുവരെ അതായത് ഉച്ചയ്ക്ക് 11 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 60 ലക്ഷം രൂപയോളം ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്ന കണക്കുകളിലൂടെ വരുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഏകദേശം 32,000 മുകളിലുള്ള ടിക്കറ്റുകൾ മോർണിംഗ് സെഷനിൽ തന്നെ വിറ്റുപോയി, അല്ലെങ്കിൽ പ്രീസെയിലൂടെ വിറ്റുപോയതായി കണക്കാക്കപ്പെടുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിലെത്താൻ കഴിഞ്ഞു 3 ദിനങ്ങൾ കൊണ്ട്. ഞായറാഴ്ച ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നു. വീഡിയോ ഫുള്ളായി കാണുക. എന്തായാലും ഇവിടെ നമുക്ക് എടുത്തു പറയാം, ആദ്യ വാരത്തിൽ അല്ലെങ്കിൽ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു സിനിമ 23 കോടിയല്ല 24 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമായി 10.25 കോടി സിനിമ കഴിഞ്ഞിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 23 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇന്നും സിനിമ 1.5 കോടിയോളം നേടുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ വിജയമായി ഈ ഒരു സിനിമ മാറിയിരിക്കുകയാണ്. എടുത്ത് പറയേണ്ടത് ഓവർസീസിലും 1 മില്യൺ സിനിമ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ സിനിമയുടെ കളക്ഷനായി വന്നത് 4 കോടി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ടോട്ടൽ 10.5 കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നെത്തുമ്പോൾ ഇതൊരു വലിയ വിജയമായി മാറുന്ന കാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയും സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് ഉണ്ട്. കേരളത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടും വിസ്മയയ്ക്കൊപ്പം എന്നുള്ളത് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന പോസ്റ്ററും. അത് നമുക്ക് ശരിവെക്കുന്ന തരത്തിലാണ് സിനിമയുടെ മുന്നോട്ടുള്ള പോക്കുകളെല്ലാം തന്നെ കാണാനും കഴിയുന്നത്. എന്തായാലും വിസ്മയുടെ വിസ്മയം തീർക്കൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ്റെ ഗംഭീരമായിട്ടുള്ള പ്രകടനം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറെയും അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാനുള്ളത്. മികച്ച ഒരു അഭിനയം, ചെറിയ ഡയലോഗേ ഉള്ളെങ്കിൽ പോലും ത്രൂ ഔട്ട് അദ്ദേഹം ആ ഒരു സിനിമയിൽ മികച്ച രീതിയിലേക്ക് കൊണ്ടുപോയി ലിവറേജ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും സിനിമ ആളുകളെ ഒരു ഡീസൻറ്റ് സിനിമ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരെയും ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമായി മാറുന്നു. എന്തായാലും സിനിമയുടെ 50 കോടി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അപ്പോൾ നിങ്ങൾ കമൻസിലൂടെ പറയുക, എന്നായിരിക്കാം സിനിമ 50 കോടിയിലേക്ക് കയറുന്നത്. ഇന്നോടെ സിനിമ 25 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും പരിഗണിക്കണം. ലാൽസലാം.